എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായി നീല നിറത്തിലുള്ള കിളിയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള മാനസികമായ അടുപ്പം കുറച്ച് നാളുകളായിരിക്കാം. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് അടുക്കുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അടുക്കുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താലായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് യാദൃശ്ചികമായിട്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ രണ്ടുപേരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരസ്പരമുണ്ട്. പക്ഷേ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നിങ്ങളെ അകറ്റുവാൻ പോകുന്നതായിരുന്നു. വീട്ടുകാരിൽ നിന്നുള്ള പ്രതിസന്ധികളാകാം, ചില ദുഷ്ടലാക്കോടെ പ്രവർത്തിച്ച സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാകാം, ചുറ്റുപാടുമുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ ചുറ്റുപാട് നിങ്ങൾ വിശ്വസിച്ച ആളുകളിൽ നിന്ന് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്ന ചില പ്രവൃത്തികൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതാകാം. പക്ഷെ അവരൊരു ആത്മാർത്ഥതക്കുറവ് കാണിച്ചു എന്ന് നിങ്ങൾക്ക് പല ഘട്ടത്തിലും തോന്നിയിട്ടുണ്ട്. അതിന് തെളിവുകളുമുണ്ട്. ഏതായാലും നിങ്ങൾ ഏറ്റവും നന്നായി, ഏറ്റവും ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ചില വ്യക്തികൾ നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ തുടക്കത്തിലൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി ചിലർ മനഃപൂർവ്വം പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ പ്രതിസന്ധി സൃഷ്ടിക്കലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിക്കുകയുണ്ടായി. ഏതായാലും എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു നിരാശ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ യഥാവിധി സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിക്ക് സ്നേഹം കുറയുകയാണോ? അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോടാണോ സ്നേഹം? അല്ലെങ്കിൽ എന്നെ മുൻപ് പരിഗണിച്ചതുപോലെ ഇപ്പോൾ പരിഗണിക്കുന്നില്ലേ? അങ്ങനെയുള്ള അനവധി സംശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾ അതേക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ അത്തരത്തിൽ ചിന്തിച്ചതെന്നോ അത്തരത്തിൽ നിങ്ങൾ കണക്കാക്കിയെന്നൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റിയോടുകൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും പല പ്രതിസന്ധികളും നിങ്ങളെ പിടിച്ച് കുലുക്കിയിട്ടുമുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾ ഉയർത്തിയേക്കാം, ഹൃദയത്തിലെങ്കിലും. എന്നെ ആദ്യത്തെ പോലെ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല, എന്നെ ആദ്യത്തെ പോലെ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ചില തോന്നലുകളും ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം, നിങ്ങൾ മനസ്സിലാക്കിയതിലപ്പുറം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളല്ലാതെ മറ്റാർക്കും ആ വ്യക്തി ആ സ്നേഹം കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ തന്നെ ഭാഗ്യമാണ്. നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ദുഷ്ടശക്തി നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നില്ല എന്ന് കരുതിപ്പിക്കാനായിട്ട് ശ്രമിച്ചേക്കാം. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തി ആരെയും സ്നേഹിക്കുന്നുമില്ല. ചാരനിറത്തിലുള്ള പക്ഷിയെ പൈലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സിലൊരു വലിയ ദുഃഖമുണ്ട്. നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൊരു വിഷമം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ആ വ്യക്തിക്കും ചെറിയ പരിഭവമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയായിട്ടും
എൻ്റെ മനസ്സിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എൻ്റെ വ്യക്തിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ആ വ്യക്തിയുടെ മനസ്സിൽ ചില ദുഃഖങ്ങൾ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ ആ വ്യക്തി അത് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളെ അറിയട്ടെ എന്നാണ് ആ വ്യക്തി കരുതുന്നത്. നിങ്ങളെടുത്ത ചില തീരുമാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസമാകാം. ചിലപ്പോൾ ഒരു പക്ഷേ ആ വ്യക്തി അത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യം, അതായത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം, ഏതോ ഒരു കാര്യത്തെക്കുറിച്ച്, ഏതോ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ദുഃഖം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഒരു പ്രവൃത്തി മൂലമാണ് ആ ദുഃഖം ഉണ്ടാകാനുള്ള കാര്യം. നിങ്ങൾക്കതിൽ പങ്കുണ്ട്. പക്ഷെ നിങ്ങളെ തുറന്ന് കുറ്റപ്പെടുത്താൻ ആ വ്യക്തി തയ്യാറല്ല. നിങ്ങളാരുമായെങ്കിലുമായിട്ടുള്ളൊരു ബന്ധത്തെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആരെങ്കിലും ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാകാം. ഒരു ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ളൊരു ജീവിതത്തിൽ നിർണായക തീരുമാനം എടുത്തതിൽ നിങ്ങളൊരു പക്ഷേ ആ വ്യക്തിയെ പരിഗണിക്കാത്തതിൻ്റെ പരിഭവമാകാം. നിങ്ങളൊരു കാര്യത്തെ വിട്ട് കളഞ്ഞു, ആ വ്യക്തി പറഞ്ഞത് കേട്ടില്ല, അതാകാം. നിങ്ങൾ ചില ആളുകളെ വിശ്വസിച്ചു, പക്ഷെ ആ വ്യക്തി പറഞ്ഞു അവരൊന്നും അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാതെ മുന്നോട്ട് പോയി. അതിൻ്റെ ശേഷം അതിൻ്റെ തിക്തഫലങ്ങൾ ആ വ്യക്തിക്കോ നിങ്ങൾക്കോ ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ചാകാം. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചില അവഗണനകൾ, നിങ്ങളിൽ നിന്ന് ചില മോശം പെരുമാറ്റങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായപ്പോൾ ആ വ്യക്തിക്ക് അതിൽ ദുഃഖം ഉണ്ടായതാകാം. ഇത് ഏതെങ്കിലുമൊക്കെ ആകാം. എന്തായിരുന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു ദുഃഖം ഉടലെടുത്തിരിക്കുന്നു. ആ ദുഃഖത്തിന് ഒരുപാട് ആഴമുണ്ട്. മനസ്സ് വിങ്ങി പൊട്ടിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കാത്തതാണോ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണോ, അറിയില്ല. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് സംസാരിക്കണം. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു ദുഃഖമായിട്ട് നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ അതൊരു ദുഃഖമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ദുഃഖത്തെക്കുറിച്ച് ചോദിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾക്കൊട്ടും മനസ്സിലാകാത്തതാണ് ഈ നിമിഷം വരെയും. നിങ്ങൾക്കൊട്ടും ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തതാണെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. കാരണം ആ വ്യക്തി നിങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചൊരു ചെറിയ കാര്യമാകാം, ആ വ്യക്തി എന്താ ഇങ്ങനെ പറയണ ചിന്തിക്കണമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ആ വ്യക്തി നിങ്ങൾ ഹൃദയത്തിൽ ഒരിടത്ത് പോലും പ്രതീക്ഷിക്കാത്തതിലും കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ആ വിഷമമുള്ളത്. നിങ്ങൾ അതിവേഗം തന്നെ അത് കണ്ടെത്തി അത് പരിഹരിക്കണം. ചിലപ്പോൾ അതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉലയ്ക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.